ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയും രവിയും തമ്മിലുള്ള പിണക്കം ഓരോ ദിവസം ചെല്ലും തോറും കൂടിക്കൂടി വരികയാണ് കേട്ടോ. രണ്ടുപേരും ചന്ദ്രമതി മാപ്പ് പറയാനോ എന്നാൽ രവി പിണക്കം അത് പോരാ എന്ന് പറഞ്ഞ് പിണക്കം മാറ്റാനോ മക്കളും മരുമക്കളും എല്ലാം മാറി പറഞ്ഞിട്ടും അവർ രണ്ടുപേരും അത് അനുസരിക്കുന്നേ ഇല്ല കേട്ടോ. എന്നാൽ ഇവരുടെ വിഷമവും ഇവരുടെ പിണക്കങ്ങൾ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും തന്നെയാണ്. അങ്ങനെ സച്ചിയും രേവതി ഒരുപാട് വീണ്ടും രവിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, ചന്ദ്രമതിയെ രണ്ടുപേരെയും കൂടി ഒരു റൂമിൽ കിടത്താനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. ചന്ദ്രമതി പറയുന്നത് അത് രേവതിയുടെ അഭിനയം മാത്രമാണ്, ഞങ്ങൾ പിരിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് രേവതിയാണെന്നൊക്കെയാണ് കേട്ടോ ചന്ദ്രയുടെയും മനസ്സിലുള്ളത്. എന്നാൽ ഇതിനകത്തൊന്നും ഒരു വഴിയില്ലാതെ നമ്മുടെ സച്ചി ഒരു വഴിയൊപ്പിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അച്ചമ്മ എത്തുന്നുണ്ട് കേട്ടോ പ്രശ്നപരിഹാരത്തിനായിട്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നമ്മൾ എല്ലാവരും എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ടും കൂടി രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കയ്യിൽ രേവതി ശ്രുതിയുടെ കയ്യിൽ നിന്ന് കൊടുത്ത ക്യാഷ് കൊടുത്തു വിട്ടല്ലോ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കാനായിട്ട്. അങ്ങനെ സച്ചി പോയിട്ട് ഒരു കൂട്ടുകാരനെയും കൂട്ടിയിട്ട് പോയി കാറ് നോക്കുന്നുണ്ട്. ഈ സമയം സച്ചി രേവതിയെ വിളിക്കുന്നുണ്ട്. രേവതി, നീ ഈ ഷോറൂമിലേക്ക് വാ, നിനക്കും കൂടി ഇഷ്ടപ്പെട്ട ഒരു കാറ് നോക്കി മേടിക്കാന്ന് പറയാനേ. ഈ സമയം രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അത് പിന്നെ സച്ചിയേട്ടൻ ഞാൻ ഒരു കാര്യം പറഞ്ഞ സച്ചിയേട്ടന് ദേഷ്യം വരും. എന്താ രേവതി, നീ കാര്യം പറ. സച്ചിയേട്ടാ ഇപ്പം നമുക്ക് കാറ് മേടിക്കണ്ട. എന്താ രേവതി നീ പറയുന്നത്? നീ തന്നെയല്ലേ പറഞ്ഞത് ആ ക്യാഷ് കൊണ്ടുപോയിട്ട് കാറ് മേടിച്ചിട്ട് വരാന്, എന്നിട്ടിപ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. എന്നാൽ രേവതി പറയുന്നുണ്ട്, അത് സച്ചിയേട്ടാ വീട്ടിലെല്ലാവരും സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് നമ്മളൊരു കാറ് വാങ്ങിയാൽ അതെല്ലാവർക്കും സന്തോഷമാകും. എന്നിപ്പോൾ അച്ഛനും അമ്മയും പിണങ്ങിയിരിക്കുകയാണ്, വീട്ടിലെല്ലാവരും സങ്കടത്തിലാണ്. ഈ സമയം ഒരു കാറ് മേടിച്ചാൽ അതൊരിക്കലും നന്നാവില്ല സച്ചിയേട്ടാ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട്. ശരിയാ രേവതി, എന്തായാലും അച്ഛൻ ഒരുപാട് വിഷമത്തിലാണ്. അതെ സച്ചിയേട്ടാ, ഈ വിഷമ സമയത്ത് നമ്മൾ കാറ് വാങ്ങിച്ചാൽ നമുക്കും അതിനകത്ത് ഒരു സന്തോഷം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടിയിട്ട് ആ ശരി രേവതി, എന്നാൽ പിന്നെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷം കാറ് നോക്കാമെന്നൊക്കെ ഇങ്ങനെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക? അച്ഛനെയും അമ്മയും എങ്ങനെ മിണ്ടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് രേവതി ഇവരെ തമ്മിൽ മിണ്ടിക്കണമെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാളെത്തിയാൽ മതി എന്ന് പറയാനേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ആ സച്ചിയേട്ടൻ ആരുടെ കാര്യം ഈ പറയുന്നത്? സച്ചിയേട്ടൻ പറഞ്ഞിട്ട് ഭാമ ആൻറ്റിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത്. ഇനിയിപ്പോൾ ആരെയെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. രേവതി, എന്തായാലും ഇത് നീ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരാളല്ല, എന്തായാലും നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് സച്ചി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ അച്ഛമ്മയെ കോൾ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റെഡിയാവ്, ഞാൻ കൊണ്ടുവരാൻ വരുവാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അതിനുശേഷം സച്ചി അച്ഛമ്മയും കൂടിയിട്ട് വരികയാണ് കേട്ടോ. വണ്ടിയിലിരുന്നിട്ട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ രേവതിയുടെ സ്വർണം എടുത്തുകൊണ്ട് പോയി മുക്കുവണ്ടം ആക്കിയതും അവരുടെ പ്രശ്നങ്ങളുണ്ടായതും ഇതിൻ്റെ പേരിൽ രേവതിയുടെ വീട്ടുകാരെ എല്ലാം കള്ളികളാക്കിയതും ചന്ദ്ര ചെയ്ത കാര്യങ്ങളും എല്ലാം വിശദീകരിച്ച് നമ്മുടെ സച്ചി പറയുന്നുണ്ട്. ഈ സമയം അച്ഛമ്മ സച്ചിക്കിട്ട് ഒരു അടിയാണ് കേട്ടോ കൊടുക്കുന്നത്. നീ എന്ത് അച്ഛമ്മ എന്തിനാ എന്നെ തല്ലുന്നതെന്ന് ചോദിക്കുമ്പോൾ, എടാ ഇപ്പോഴാണോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഈ കാര്യങ്ങളൊക്കെ നീ എന്നോട് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വഷളാവുമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് അടിക്കുകയാണേ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മേ അത് അച്ഛമ്മയുടെ പിറന്നാളല്ലായിരുന്നോ? ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ആ ദിവസം അച്ഛമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് മാത്രമാണ് ഞങ്ങളന്ന് കരുതിയെന്ന് പറയുന്നുണ്ട്. എടാ നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ സന്തോഷമാണ് ഈ അച്ഛമ്മയുടെ സന്തോഷവും. എന്നാൽ നിങ്ങളെല്ലാം ആ പ്രശ്നങ്ങൾ ഉള്ളിലൊതുക്കി വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ മാത്രം സന്തോഷിപ്പിക്കാൻ നോക്കിയാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഈ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അല്ലേടാ എന്നോട് ആദ്യം പറയണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയ്ക്ക് നല്ല ദേഷ്യത്തോടു കൂടി സച്ചിയെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചിക്ക് അറിയാം അച്ഛമ്മ പറഞ്ഞാൽ മാത്രമേ അച്ഛൻ അനുസരിക്കുകയുള്ളൂ എന്നും ചന്ദ്രയ്ക്ക് ഈ ലോകത്തിൽ പേടിയുള്ള ഒരാളെന്ന് പറയുന്നത് അതോ അച്ഛമ്മയാണെന്നുള്ളത്. അപ്പൊ രണ്ടുപേരെയും പ്രശ്നപരിഹാരത്തിന് അച്ഛമ്മയെ കൊണ്ടുവന്നാൽ മതിയാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ സച്ചി അച്ഛമ്മേനെയും
കൂട്ടി എത്തിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ചന്ദ്രോദയത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അച്ഛമ്മ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ അകത്തേക്ക് കയറി വരുന്നത്. അച്ഛമ്മയെ കാണുമ്പോൾ തന്നെ രേവതി ഓടി വരുന്നുണ്ട് കേട്ടോ. അച്ഛമ്മയോ അച്ഛമ്മ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അച്ഛമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, രവതി നീ എന്നോട് മിണ്ടണ്ട, നീ എന്നോട് ഒരു കാര്യവും മറച്ചു വെക്കില്ലെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്, എന്നാൽ നീയും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ പിണങ്ങി നിൽക്കുകയാണേ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഞാൻ മറച്ചു വെച്ചെന്നോ, എന്താ അച്ഛമ്മ ഈ പറയുന്നത്? ഈ സമയം അച്ഛമ്മ ഇങ്ങനെ തല കുനിഞ്ഞ് തന്നെ നിൽക്കുകയാണേ. സച്ചിയെ നോക്കുമ്പോഴത്തേക്കിനും രേവതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതേ രേവതി, ഇവിടുത്തെ സംഭവങ്ങളെല്ലാം ഞാൻ അച്ഛമ്മയോട് പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരണമെന്നുണ്ടെങ്കിൽ അച്ഛമ്മ വന്നാൽ മാത്രമേ സാധിക്കൂന്ന് എനിക്കറിയാന്നൊക്കെ പറയാനേ. ഈ സമയം രേവതി പറയുന്നുണ്ട്, അച്ഛമ്മേ എന്നോട് പിണങ്ങല്ലേ അച്ഛമ്മേ, അച്ഛമ്മയുടെ 80ാം പിറന്നാളല്ലായിരുന്നോ? ആ ദിവസം അച്ഛമ്മയ്ക്ക് എന്നും ഓർമ്മ നിലനിൽക്കുന്ന സന്തോഷ ദിവസമായിരിക്കണമെന്ന് എനിക്ക് സച്ചിയേട്ടനും നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ഛമ്മ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അച്ഛമ്മ പറയുന്നുണ്ട്, എന്നാലും രേവതി മോൾ എന്നോട് പറയാഞ്ഞതിൽ എനിക്ക് ഒരുപാട് വിഷമമായി. എന്നാലും ആ ദിവസം എനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. നിങ്ങൾ എന്തുമാത്രം വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിയായിരിക്കും ആ ദിവസം നിന്നത്. ഒരു കുടുംബം എന്ന് വെച്ചാൽ ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒരു സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നിച്ചാണ് ചിലവാക്കേണ്ടത്. എന്നാൽ ആ ദിവസം ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ള നീറുകല്ലായിരുന്നോ, അതോർത്തിട്ട് അച്ഛമ്മയ്ക്ക് സഹിക്കുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. രേവതി അപ്പോഴും പറയുന്നുണ്ട്, അച്ഛമ്മ ഇപ്പോൾ തന്നെ അറിഞ്ഞപ്പോൾ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ, അന്ന് ആ ദിവസം അറിഞ്ഞിരുന്നെങ്കിൽ അന്നത്തെ ദിവസം എല്ലാം കുളമാകില്ലായിരുന്നോ, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മനെ ഇങ്ങനെ മനസ്സ് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എവിടെ എൻ്റെ മരുമകൾ എവിടെ? അമ്മ അകത്തുണ്ട് അച്ഛമ്മ, വാ അച്ഛമ്മ കയറി വാന്നും പറഞ്ഞ് രേവതി അച്ഛമ്മേനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ അച്ഛമ്മ വന്നതൊന്നും നമ്മുടെ ചന്ദ്രമതി അറിയുന്നേ ഇല്ല കേട്ടോ. ചന്ദ്രമതി ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം അച്ഛമ്മ പോയിട്ട് ചന്ദ്രേ എന്നൊരു വിളിക്കുമ്പോഴേക്കും ചന്ദ്രമതി അവിടെ നിന്ന് ഞെട്ടി എഴുന്നേക്കാണ് കേട്ടോ. അമ്മയോ, അമ്മ എന്താ ഇപ്പം, അമ്മ എപ്പോഴാണ് വന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് വീണ്ടും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണല്ലോ. ചന്ദ്രമതി വീണ്ടും ചോദിക്കുന്നുണ്ട്, അമ്മ എന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, എന്താ എന്തെങ്കിലും മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരത്തുള്ളൂ. അല്ല അമ്മയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പിറന്നാളൊക്കെ കഴിഞ്ഞിട്ട് പോയതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത്. നടക്കുന്നതൊക്കെ എവിടെയാണല്ലോ, ഞാനേ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ രേവതിനെ തറപ്പിച്ച് നോക്കുക കേട്ടോ. അപ്പോഴേക്കും നീ അവളെ ഒന്നും നോക്കണ്ട, നിന്റെ മകൻ സച്ചിയാണ് എന്നോടെല്ലാം പറഞ്ഞതെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ് പേടിച്ചിട്ട്. കാരണം അച്ഛമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ഇനി ചന്ദ്രമതിയുടെ നാക്ക് പൊങ്ങില്ല. നിനക്ക് പ്രായം ഇത്ര ആയല്ലോ ചന്ദ്രേ, എന്നിട്ടും നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ, നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? എന്തായാലും എവിടെ രവി എവിടെ? അദ്ദേഹം മുകളിലുണ്ടെന്ന് പറയാനേ, പോയി വിളിച്ചിട്ട് അവനെ. ഞാനോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുമ്പോൾ, എന്താ നീ പോയി വിളിക്കില്ലേ? അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മേ അവർ തമ്മിൽ മിണ്ടില്ലല്ലോ, തന്നെയല്ല അമ്മ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ വരാനും പോകുന്നില്ലെന്ന് പറയുമ്പോഴേക്കും അത് ഞാൻ മറന്നു, എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൊള്ളാം, ഞാൻ തന്നെ എൻ്റെ മോനെ പോയി കണ്ടോളാം എന്നും പറഞ്ഞ് അച്ഛമ്മ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയം നമ്മുടെ രവിയാണെങ്കിൽ ടെറസിന് മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. രവീന്ദ്രനാണെങ്കിൽ ഇങ്ങനെ എന്തോ ചിന്തിച്ച് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണല്ലോ. ഈ സമയമാണ് അച്ഛമ്മ പോയിട്ട് മോനെ രവി എന്ന് വിളിക്കുന്നത്. കേൾക്കുമ്പോഴേക്ക് രവീന്ദ്രൻ പെട്ടെന്ന് തന്നെ ഞെട്ടിയിട്ട് കണ്ണൊക്കെ നിറയാണ്. അമ്മയോ, അമ്മ എപ്പോഴാണ് വന്നേ, എന്താ അമ്മേ എന്ന് വിളിച്ചിട്ട് ഓടിപ്പോയിട്ട് അച്ഛമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കരയാട്ടോ, കണ്ണിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം വരികയാണ്. അപ്പോഴേക്ക് എന്താടാ നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്, നീ ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണോ വിചാരം എന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മ എന്താ പറയുന്നത്? അതെ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു, സച്ചി എന്നോട് എല്ലാം വിളിച്ചു പറഞ്ഞു. നീ എന്താ ഇപ്പോ മക്കൾക്ക് മാതൃകയാകേണ്ടത് നീയല്ലേ, എന്നിട്ടിപ്പോ നീ നിന്റെ ഭാര്യയും കൂടിയിട്ട് കുട്ടികളെ പോലെ മിണ്ടാതിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം രവി പറയുന്നുണ്ട്, അമ്മേ രേവതി മോളുടെ സ്വർണം എടുത്തത് മാത്രമല്ല, അവൾ ചെയ്തത് എന്താണെന്ന് അറിയോ? രേവതി മോളുടെ വീട്ടുകാരെ മുഴുവൻ കള്ളിയാക്കി എല്ലാവരുടെയും മുമ്പിൽ അവൾ ഒളിപ്പിച്ചു വെച്ചിട്ട് അവരുടെ വീട്ടുകാരെ മുഴുവൻ അപമാനിച്ചിട്ടാണ് ഇപ്പോൾ അവൾ നിന്ന് പറയുന്നത്. അവൾ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ, മോനെ അവള് ഇപ്പോഴൊന്നും അല്ലല്ലോ, എന്നിട്ടും അവൾക്കൊരു കുറ്റബോധവും ഇല്ലമ്മേ, അവള് തെറ്റ് ചെയ്തെന്ന് അവളൊന്നും മനസ്സിലാക്കുന്ന പോലും ഇല്ലല്ലോ, അതൊക്കെ നിനക്കറിയാവുന്നതല്ലേ, അവൾ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ, അവള് അന്ന് തൊട്ടേ ഇങ്ങനെയാണ്, അവൾ ഇനി മാറാനും പോകുന്നില്ല. പിന്നെ ഈ പേരും പറഞ്ഞിട്ട് നീ എത്ര നാളാടാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്?
അത് അവളുടെ സ്വഭാവം അറിഞ്ഞ് അങ്ങ് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ അച്ചമ്മ ചോദിക്കുന്നുണ്ട്. മോനെ, നിന്റെ വിഷമങ്ങളെല്ലാം ഈ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും നിന്റെ മക്കള് നിങ്ങളെ കണ്ടിട്ടല്ലേ വളരുന്നത്. നാളെ ഒരു പ്രശ്നങ്ങളുണ്ടായ അവര് പരസ്പരം മിണ്ടാതിരുന്നാല് നമ്മുടെ വീട്ടിലൊരു സന്തോഷവും സമാധാനവും ഉണ്ടാവുമോ? മക്കൾക്ക് മാതൃകയാകേണ്ടത് നിങ്ങളല്ലേ. എന്തായാലും അവള് ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിച്ച് മോൻ വന്ന് മിണ്ടെന്ന് പറയാനേ. അമ്മേ, അവള് ഇപ്പോഴും തെറ്റ് ചെയ്തെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. രേവതി മോളോട് മാപ്പ് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ അവളുടെ സ്വർണ്ണം ഊരിയിട്ട് രേവതി മോളുടെ മുഖത്തേക്കാണ് അവള് വലിച്ചെറിഞ്ഞത്. ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അതെന്നോട് സച്ചി പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, അതേ അമ്മേ, ഞാൻ അവളോട് മാപ്പ് പറയാൻ പറഞ്ഞപ്പോൾ രേവതി മോളുടെ മുഖത്തേക്ക് സ്വർണം വലിച്ചൂരി എറിഞ്ഞിട്ടാണ് അവള് കയറിപ്പോയത്. അങ്ങനെയുള്ളവളോട് ഞാൻ എങ്ങനെ ക്ഷമിക്കും അമ്മേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും അച്ചമ്മ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ രവി, എന്തായാലും അവള് അങ്ങനെയാണെന്നറിയാം. അവൾക്ക് സുധിയോടുള്ള സ്നേഹം മൂത്ത് അവൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്നൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. ആ സ്നേഹത്തിന് മുന്നിൽ അവൾ ചെയ്യുന്ന തെറ്റൊന്നും തെറ്റല്ലാതായിട്ടാണ് അവളിപ്പോൾ കാണുന്നത്. അത് നമുക്കറിയാലോ. പിന്നെ അവളെ പോലെ തന്നെ നമ്മളും തുടങ്ങിയാൽ എങ്ങനെയാടാ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത്? അമ്മ വീണ്ടും പറയുന്നുണ്ട്, മോനെ രവി, ഈ അമ്മയ്ക്ക് പ്രായമായി വരികയാണ്. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് മാത്രം കാണാനാണ് ഈ അമ്മ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം സാധിച്ചു തരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മേ, ഞാൻ എല്ലാം ക്ഷമിക്കാം. രേവതി മോളോട് അവൾ മാപ്പ് ചോദിക്കണം. മോനെ രവി, അതൊരിക്കലും വേണ്ട. രേവതി മോളോട് നമ്മൾ നിർബന്ധിച്ചാൽ ചിലപ്പോൾ അവൾ മാപ്പ് ചോദിച്ചെന്നിരിക്കും. എന്നാൽ അതുണ്ടാവാൻ പാടില്ല. കാരണം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രേവതി മോളോട് ചന്ദ്ര മാപ്പ് ചോദിക്കേണ്ടി വന്നാൽ ചന്ദ്രയ്ക്ക് രേവതി മോളോടുള്ള ദേഷ്യം കൂടത്തേ ഉള്ളൂ. പിന്നീട് അവള് രേവതി മോളെ എന്തൊക്കെ ചെയ്യുമെന്ന് പോലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. രേവതി മോളോട് ചന്ദ്ര മാപ്പ് ചോദിക്കണ്ട. പകരം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാനായിട്ട് അവളെ കൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുമെന്ന് പറയുകയാണ്. ഇപ്പോഴേക്കും രവി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എൻ്റെ മോനല്ലേ, നീ അവളോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് രവിയെ നിർബന്ധിച്ച് അച്ചമ്മ കൈപ്പിടിച്ച് കൂട്ടിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഈ സമയം നമ്മുടെ രേവതിയും സച്ചിയും ചന്ദ്രയും കൂടിയിട്ട് ഹോളിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോഴേക്കും എൻ്റെ മോനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ചന്ദ്രേ, നീ എത്ര വലിയ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത്. നീ ചെയ്ത തെറ്റ് നിനക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ലേ? നീ ഒരു ഭർത്താവ് അറിയാതെ എന്തായാലും നീ രേവതി മോളോട് മാപ്പ് ചോദിക്കണ്ട. എന്നാൽ നീ രവീന്ദ്രനോട് മാപ്പ് ചോദിക്കണമെന്ന് അച്ചമ്മ പറയുന്നുണ്ട്. ഈ സമയം പെട്ടെന്ന് തന്നെ ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട്. എന്നാലും എന്തായാലും രേവതിയോട് നീ മാപ്പ് ചോദിക്കണ്ട. എന്നാൽ രവി നിന്റെ ഭർത്താവാണ്. ഭർത്താവ് അറിയാതെ ഇത്രയും കാര്യങ്ങൾ നീ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു ഭർത്താവ് അറിയാതെ ഇത്തരം കാര്യങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനോ കൂട്ടുനിൽക്കാനോ പാടില്ല. അപ്പോൾ അറിയാതെ ചെയ്തത് അത് വലിയ തെറ്റ് തന്നെയാണ് ചന്ദ്രൻ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, മക്കളെല്ലാം ഒരേ കണ്ണിൽ കാണണം, അതുപോലെ തന്നെ മരുമക്കളെയും കാണണമെന്ന്. എന്നാൽ നിനക്ക് നിന്റെ തലയിൽ അത് മാത്രം കയറില്ല. എന്താ ചന്ദ്രേ, നിനക്ക് രവിയോട് മാപ്പ് ചോദിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണേ. ഇല്ല അച്ചമ്മേ, അങ്ങനെ മടിച്ചിട്ട് ഇല്ല അമ്മയെന്ന് പറഞ്ഞ് രവിയേട്ട, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇനി രവിയേട്ടനെ അറിയാതെ ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു രഹസ്യങ്ങളും ഉണ്ടാവില്ല. എന്നോട് ക്ഷമിക്ക് രവിയേട്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ രേവതിയുടെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ ഈ മാപ്പ് ചോദിക്കുന്നത്. അതിൻ്റെ ഒരു അമർഷവും ദേഷ്യവും ഒക്കെ നമ്മുടെ ചന്ദ്രമതിക്കുണ്ട്. എന്നാലും അത് കഴിയുമ്പോഴേക്കും അച്ഛൻ വയ്ക്കുന്നുണ്ട്, എന്താ രവി മതിയോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലമ്മേ, ഈ പ്രശ്നം നടക്കുമ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളും മാപ്പ് ചോദിക്കുമ്പോഴും എല്ലാവരും ഇവിടെ കാണണമെന്ന് പറയുകയാണേ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അത് ശരിയാണ്, രവി പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. സച്ചി പോയിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് വന്ന് പറയണേ. അങ്ങനെ സച്ചി പോയിട്ട് സുധിയെയും ശ്രുതിയെയും വർഷയും ശ്രീകാന്തിനെയും എല്ലാം അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്തൊക്കെ വന്നിട്ട്, അച്ഛമ്മ ഇതെപ്പോൾ വന്നു? ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. ഇപ്പോൾ ദേണ്ടേ ചന്ദ്ര എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രവീന്ദ്രനോട് മാപ്പ് ചോദിക്കുമെന്ന് പറയുകയാണേ. എന്നാൽ ചന്ദ്രമതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം മരുമക്കളുടെയും മുമ്പിൽ വെച്ചിട്ട് ആണല്ലോ മാപ്പ് ചോദിക്കേണ്ടത്. എന്നാൽ രവീന്ദ്രൻ മിണ്ടാതിരിക്കുന്നതിൽ ചന്ദ്രയ്ക്ക് നല്ല വിഷമമുണ്ട്. രവിയോട് ചെയ്തത് തെറ്റാണെന്നുള്ളത് ചന്ദ്ര അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയെ ദേഷ്യപ്പെട്ടിങ്ങനെ
നോക്കുന്നുണ്ട്. രേവതിയുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്നതാണ് ചന്ദ്രയ്ക്ക് ഏറ്റവും സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യം. അങ്ങനെ ചന്ദ്രമതി രവിയോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനസ്സോടുകൂടി ആ ഒരു കാര്യം അങ്ങ് നടക്കുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, മോനെ രവി മതിയോ, നിന്റെ പിണക്കങ്ങളൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ആ മാറി, എനിക്കിനി എൻ്റെ മനസ്സിൽ ഒന്നുമില്ല എന്നും പറഞ്ഞ് രവി അവിടെ ഇങ്ങനെ തലകുനിച്ച് തന്നെ ഇരിക്കുകയാണ്. ഈ സമയം അച്ഛമ്മ പറയുന്നുണ്ട്, മോനെ സുധി നീ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞിട്ട് സുധി അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. സുധി അപ്പോൾ എന്താ അച്ഛമ്മയെന്ന് ചോദിച്ചു ഭയങ്കര സന്തോഷത്തിൽ ഓടി വരികയാണ്. അച്ഛമ്മയാണെങ്കിൽ സുധിയുടെ കാരണം അടിച്ചങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. ഒറ്റയടി കൊടുക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും എന്താ അച്ഛമ്മയെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്നോ, ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം നീ ഒറ്റയൊരുത്തനാണ്, നീ കുറെ പഠിച്ചെന്നല്ലാതെ നിനക്കൊരു ശകലം വിവരം ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അച്ഛമ്മേ അത് ബിസിനസ്സിലൊരു ചെറിയ കയ്യബദ്ധം പറ്റിപ്പോയതാണ്, എനിക്കപ്പോൾ വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു അച്ഛമ്മയെന്ന് പറയുകയാണേ. കൊള്ളാമല്ലോടാ, നിനക്ക് കയ്യബദ്ധം പറ്റി അല്ലെങ്കിൽ നിനക്കൊരു ഫ്ലോപ്പ് സംഭവിച്ചപ്പോൾ നീ വീട്ടിലുള്ളവരെ പറ്റിക്കുകയാണോ ചെയ്യുന്നത്? നിനക്ക് ഈ പ്രശ്നങ്ങൾ എല്ലാവരോടും സംസാരിച്ച് ഈ വീട്ടിൽ വന്നിട്ട് തന്നെ നിനക്കൊരു കാര്യം സോൾവ് ചെയ്യത്തില്ലായിരുന്നോ? ഇതിപ്പോൾ സ്വന്തമായിട്ട് അബദ്ധം പറ്റിയതും പോരാഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ സ്വർണം മോഷ്ടിച്ച് രഹസ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്തൊക്കെയാ ഇത്? എനിക്കതൊന്നും ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. എന്തായാലും ഇനി ആ പ്രശ്നങ്ങൾ ഞാൻ കുത്തിപ്പോക്കുന്നില്ല. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കാര്യം നീ ആവർത്തിച്ചെന്നറിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല ഞാനിനി കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി അങ്ങ് ചമ്മി ഒരു പേടിയോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. എന്നാൽ അച്ഛമ്മ നേരെ ശ്രുതിയുടെ നേരെയാണ് പോകുന്നത്. മോളെ, എന്തായാലും ഇവൻ ചെയ്യുന്ന തെറ്റിനെല്ലാം ഇവന്റെ അമ്മയാണ് കൂട്ടു നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ നീ ഇവന്റെ ഭാര്യയാണ്. നീയും കൂടിയിട്ട് ഇവൻ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടു നിൽക്കാൻ പാടില്ല. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അച്ഛമ്മേ ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, പിന്നീടാണ് ഇതെല്ലാം അറിഞ്ഞത്. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊരിക്കലും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഇവന്റെ കാര്യത്തിൽ മോള് നല്ല ശ്രദ്ധിക്കുക തന്നെ വേണം. മോൾ അറിയാതെ ഇവന്റെ ഒരു കാര്യങ്ങളും നടക്കാൻ പാടില്ല. ഇവൻ അത്രയ്ക്ക് കൊഞ്ചിച്ച് എത്രയൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാവോ അതെല്ലാം ഇവൻ ചെയ്യും. അത്രയ്ക്ക് മോശക്കാരനായിട്ടാണ് ഇവൻ വളർന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മോള് വേണം ഇനി ഇവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛമ്മ വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് ശ്രുതിയോട് ഒന്നോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, മോളെ ഇവന്റെ അമ്മയാണ് ഇവനെ കൊഞ്ചിച്ച് ഇത്രയാക്കി വെച്ചിരിക്കുന്നത്. ഇനി മോളും കൂടിയിട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ മോളുടെ ജീവിതമായിരിക്കും തകരാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി അപ്പോൾ ശരി അച്ഛമ്മ, ഇനി ഒന്നും സംഭവിക്കില്ല, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അച്ഛമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്, ഇനി ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചല്ലോ, എല്ലാവരും സന്തോഷത്തിലായില്ലേ, ഇനിയിപ്പോൾ എല്ലാവരും പോയിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോന്നും പറഞ്ഞിട്ട് അച്ഛമ്മ എല്ലാവരെയും അവിടെ നിന്ന് പിരിച്ചു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവീന്ദ്രന്റെ മുഖം കാണുമ്പോൾ തന്നെ അച്ഛമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് രവീന്ദ്രന് ഒരിക്കലും ഈ പ്രശ്നം ഉടനെ എങ്ങും സോൾവ് ചെയ്യാൻ കഴിയില്ല, അത്രത്തോളം രവീന്ദ്രന്റെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ അച്ഛമ്മ അവിടെ നിന്ന് എല്ലാവരും പോയതിനു ശേഷം പിന്നീടായിട്ട് രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവരുടെ പിണക്കങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റി സന്തോഷത്തിൽ വീടാക്കണം, അതാണ് അച്ഛമ്മയുടെ ലക്ഷ്യം. അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്, ശരി ഭാര്യ ഭർത്താക്കന്മാരെല്ലാം പരസ്പരം ആഹാരം കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കണമെന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും മാറി മാറി വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ചന്ദ്രമതിയുടെയും രവിയുടെയും ഊഴമാണല്ലോ വന്നിരിക്കുന്നത്. ചന്ദ്രയാണെങ്കിൽ പേടിച്ചിട്ടാണ് രവിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ രവീന്ദ്രൻ വീണ്ടും ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അച്ഛമ്മ നോക്കുമ്പോൾ തന്നെ മേടിക്കുന്നുണ്ടെങ്കിലും രവീന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവാണ് ചെയ്യുന്നത്. അങ്ങനെ അച്ഛമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരുടെ പിണക്കം മാറ്റണമെങ്കിൽ ഇനി കുറേ ദിവസം വേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് ദിവസം ഞാൻ നിൽക്കണമെന്നൊക്കെ അച്ഛമ്മ തീരുമാനിക്കുന്നുണ്ട്. ഈ വീട് പഴയതുപോലെ ആക്കിയിട്ട് ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ എന്നിങ്ങനെ അച്ഛമ്മയും തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ അച്ഛമ്മയും കൂടെ ഉണ്ടാകും. അച്ഛമ്മയുള്ള വീട്ടിൽ നല്ല അടിപൊളി എപ്പിസോഡുകളായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണും വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.